മീൻ ചാടുന്നുണ്ടോ? പുല്ലൻ ചാടിപ്പോയുണ്ടോ? ഹലോ മച്ചന്മാരെ, നമ്മളപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ വരാൽ 7-8 വരാൽ കിടപ്പുണ്ട്. അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി എന്നെ ചെയ്യുന്ന ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു ചേട്ടച്ചാരെ വിളിച്ച് പറഞ്ഞ് ഇതുപോലെ ഒരു പാലത്തിൻ്റെ അടിയിൽ അത്യാവശ്യം വയമ്പും പുല്ലൻകുഞ്ഞുങ്ങളും പൊങ്ങിപ്പെടുന്നത്. ഈ കാണുന്ന ഫുള്ള് മീനാണ്. നമ്മളിപ്പോൾ പൊടിവലയായിട്ട് ഇറങ്ങിയേക്ക് കേട്ടോ. നമ്മൾ 2 വീശി നമ്മുടെ വരാലിൽ നിന്ന് സദ്യയല്ല, നോൺ വെജിൻ്റെ വലിയൊരു ബിരിയാണിയാണ്. അതുപോലെ മീൻ കിടക്കുന്നത്. ഒറ്റ വീശിന് കിട്ടും. ഇതെല്ലാം കൊണ്ട് നമുക്ക് കൊടുക്കാം. 2 ചെറുമീനും കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. അത് നമുക്ക് കൊണ്ട് കിട്ടുന്ന ഒരു വീഡിയോ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കഴിച്ചാലും നീളമില്ല സാധിക്കും പല നോക്കടാ ഇതൊക്കെ വയമ്പാടാ. വയമ്പുണ്ട് നിൽക്കി ഗായ്സ്. നമ്മൾ വരാലിന് വേണ്ടി മീൻ പിടിക്കാൻ വന്നിട്ട് ഇപ്പം നമുക്കുള്ളത് കിട്ടിയത് വയമ്പും ഇതുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വയമ്പുണ്ട്. ഇതുണ്ടോ, നമ്മൾ തിരിഞ്ഞെടുക്കുക. നമ്മൾ ഫസ്റ്റിലത്തെ വീശി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കണ്ടത് ഇത്ര മീൻ കിട്ടിയേ. മൊത്തം വയമ്പും ഉണ്ട്, പരലും ഉണ്ട്, പുല്ലൻ്റെ കുഞ്ഞുമുണ്ട്. അതിന് നമ്മൾ കുറേ കളഞ്ഞ് ബാക്കി നമുക്ക് കുറച്ച് വരാലിന് കൊടുക്കണം. ഇനി നമുക്ക് വീട്ടിലേക്കുള്ള കറിക്കുള്ള മീൻ നമ്മളിന്ന് പിടിക്കാൻ നോക്കുക. അത്യാവശ്യം വയമ്പും ഇതുകൂടെ മിക്സ് ചെയ്താണ് നിൽക്കുന്നത്. അതൊരു പ്രശ്നമുള്ളൂ. പെറുക്കുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. ഇത് തിരിഞ്ഞ് പെറുക്കണം. പുല്ലൻ കുഞ്ഞുങ്ങളെല്ലാം കളയും. വയമ്പിൽ നമ്മൾ എടുക്കും. നമുക്ക് 2ാമത്തെ വരെ വീശി നോക്കാം. ഇവിടെ ഇവിടെ വന്നിട്ടേ ഇതിനെ മേളോട് വിരിക്കാതെ അങ്ങോട്ടേ. അതുകൊണ്ട് ഗായ്സ് ഈ നിൽക്കുന്നതിന് മൊത്തം വയമ്പും ഇതുള്ള മിക്സാണ്. കളയാണ് നിൽക്കുന്നത്. ഈ കറുത്ത് കിടക്കുന്ന ഫുള്ള് ഇതിൻ്റെ കളയാണ്. ചുമ്മാ വിരിച്ചിട്ട് വലിക്കുവാണ്. ഉടക്ക താഴെ കല്ല. അടുത്ത് വലിച്ചു അതുകൊണ്ട് മീൻ ചാടുന്നുണ്ടോ? പുല്ലൻ ചാടിപ്പോയുണ്ടോ? ആടാ പുല്ലനുണ്ടോ? ഒരു കമ്പ് കയറി കഴിച്ചു. കമ്പല്ല എല്ലല്ലടാ അങ്ങനെ വയമ്പാ. അതകത്താ. അതെ പുല്ലൻ പോയെന്ന് തോന്നുന്നു. പുല്ലൻ പോയി. വയമ്പ് ഉണ്ടോ? വലിയ വയമ്പ് ഉണ്ടോ? ആ അതെ പുല്ലൻ്റെ ഇതുണ്ട്. ഇതൊക്കെ വയമ്പാ ഗൈസ്. നമ്മൾ ആ സ്പോട്ട് മാറിയിട്ട് ഇത് വേറൊരു സ്പോട്ട് എത്തി. ആ തോടിൻ്റെ ബാക്കിയാണ്. ഇത് നേരെ ആറ്റിലേക്കുള്ള തോടാണ്. അടിപൊളി സ്പോട്ടല്ലേ ഗൈസ്? ഇത് കണ്ടോ അവിടെ? ഇതാണ് ആറ്റിൽ നിന്ന് നേരെ കയറുന്നത്. അവിടെ ഒരു വാഹ അടിക്കാൻ വേണ്ടി നമ്മൾ ഇതിലെല്ലാം വള്ളത്തെ വരുന്ന. നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടവർക്കറിയാം. നമ്മൾ ഈ റേഞ്ചിലൊക്കെ നമ്മൾ വള്ളത്തെ വരുന്ന വാഹയൊക്കെ മറിയുന്നുണ്ട്. അവിടെ നമുക്ക് തൽക്കാലം ഇവിടെ ഒന്ന് വീശി നോക്കാം. അവിടെ വാഹ അത് വാഹ വന്ന് വെള്ളം എടുത്തിട്ട് പോയി. വീഡിയോക്കകത്ത് ഉണ്ടായതെന്ന് അറിയത്തില്ല. വാഹ വന്ന് വെള്ളം എടുത്തിട്ട് പോയി ചോട്ടിൽ. നമ്മുടെ ചെറിയ വല അങ്ങോട്ടൊന്നും എറിയാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് എറിഞ്ഞ് നോക്കാം. വാവ് സൂപ്പർ. കല്ലുണ്ടോ? കുറേ നാളായി നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. കതിര വാവ് കതിര. ഇതിനെ ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഇതിൻ്റെ പണിയാ. ഇതൊരു കൂടെ ചാക്കുണ്ടായിരുന്ന കുടങ്ങാൻ എളുപ്പമുണ്ടായിരുന്നല്ലോ. ചാക്കില്ലല്ലോ. അതെല്ലാം പൊങ്ങി കിടപ്പുണ്ടോ അവിടെ? വലയിൽ നിന്ന് ഊരിയെടുക്കാൻ പാടില്ല. വലയിലാണോ? മൊത്തം വലയില. എനിക്ക് അത് കുറച്ച് അതിലിടാം. സൂപ്പർ സാധനം മറക്കാൻ. കുമ്പളെ വാരിയില്ല. കറക്റ്റ് സൈസ് സാധനം. ഈ വലക്കത് ഇതിനെ ചേർത്ത് കാണുമായിരിക്കും. ഗായ്സ് വരാലിന് തീറ്റ കൊടുക്കാൻ വന്ന നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള കറിയായി. വറുത്ത് പൊരിച്ചു സെറ്റാക്കി കൂട്ടാം. വീട്ടിലെ സാധനം എന്നാ രുചിയാണെന്നറിയാം. കതിര. നിങ്ങളിവിടെ എന്നാ ഇതിന് പേര് പറയുന്നത് നമുക്ക് അറിയത്തില്ല കേട്ടോ. നമ്മളിവിടെ കതിരൻ എന്ന് പറയും.
ഇതൊരു 5-8 കിട്ടുവാണോ സെറ്റാടാ ഇതുപോലെ നമുക്ക് 2 ആവശ്യത്തിന് കൊണ്ടുപോകുമ്പോൾ നല്ല രുചിയായിരിക്കും. സവോളയാക്കി ഇട്ട് നല്ലോണം പീര വെച്ചാൽ അയ്യോ കായ് ദേ കാണത്തില്ല നിങ്ങൾ. ഞാൻ ക്യാമറ താഴോട്ട് വെച്ചേക്കാം. വള്ളം അടുത്തത് നാളെ കൊണ്ട് കയറ്റാം. നമുക്ക് വാഹ അടിക്കാം. വാഹയ്ക്കാണെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് വാഹ കിട്ടുമ്പോൾ വളർത്താൻ കൊടുക്കണം എന്നൊക്കെ. കുറഞ്ഞോ ബാക്കി വെറുക്കാം. ഗായ്സ് നാടെ ആ ഒറ്റ വീശിന് ഈ കിറ്റിൻ്റെ പകുതി കതിരാൻ കിട്ടി. ഇത് കണ്ടോ, ഇത് ഇപ്പം കിട്ടിയതിന് 1 കിലോ ഉണ്ട്. നമുക്ക് അടുത്ത് നോക്കാം. ഊരി എടുക്കാൻ വേണ്ടി 1/2 മണിക്കൂർ എടുത്തു കേട്ടോ. നമുക്കൊന്നുകൂടെ നോക്കാം. ഞാൻ ഓക്കെയാണ്. അതുകൊണ്ട് അവിടെയായിട്ട് മീൻ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ പൂത്താടി വരുന്നതിന് ഇപ്പറേ. അതൊക്കെ മതി, ധാരാളം. വയസ്സ് ഉടക്കി വയസ്സ് അവിടെ എന്തോ കല്ലുണ്ടാവും. ഫോൺ ആണോ? അവിടെ തന്നെ ഇട്ട് കൊടുന്നോ. വേറെ പോലെ ഉണ്ട്, മൊത്തം അതാന്ന് തോന്നുന്നു. വയമ്പ് പുല്ലന്റെ കുഞ്ഞാന്നോർത്തിരിക്കുകയാണ്. വായുന്ന വയമ്പ് ഇപ്പൊ പെട്ടെന്ന് ഞങ്ങളായി. പോട്ടെ ഗായ്സ്, നമ്മൾ വരാലിന് തീറ്റ കൊടുക്കാൻ വന്നതാണ്. ആകെ ഒരു ചെറിയ കൂട എടുത്തേ. പക്ഷെ ഇനിയിപ്പോൾ ഒരു കൂടെടുക്കണം, വീട്ടിൽ പോകേണ്ടി വരും. പിന്നെ ചെയ്യാനാന്ന് പറ. ചാക്കുമില്ല, ചാക്കിന് ഇരിക്കടാ. അതൊക്കെ ഞാൻ സ്കാൻ ചെയ്യട്ടാ. മൊത്തം വയമ്പ്, കുറച്ചേ ഉള്ളൂ പുല്ലും കുഞ്ഞ്. എടാ ആദ്യം ഒരു കള കതിര ഒറ്റ വല കതിര അതിപ്പോ പൊറുക്കി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അടുത്ത വയമ്പ്. വയമ്പാണടാ, വയമ്പാന്ന് തോന്നുന്നു അല്ലേ ഗൈസ്. വയമ്പ് കിട്ടിയിട്ടുണ്ട് കുറച്ച്. മീൻ്റെ ആ ഒതുക്കം അങ്ങ് കുറഞ്ഞു കേട്ടോ, തിളപ്പങ്ങ് കുറഞ്ഞ്. ഇപ്പം അവിടെ ഇവിടെ ആയിട്ട് ഇച്ചിരി ആയിട്ട് നമുക്ക് അതിനോട് പൊറിക്കണം. വയമ്പ് അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. വീശി ഒരു 3 മണിക്കൂർ ഞങ്ങളിപ്പോൾ വീശിയിട്ടുണ്ട് നിന്ന്. നമ്മൾ വരാലിന് തീറ്റ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയ നമ്മൾ ഇത്ര വയമ്പും അറിഞ്ഞിലും പോട്ടെ കതിരാനുമായിട്ട് നമ്മൾ പോയത്. ഈ കിറ്റ് നിറച്ചുകൊണ്ട് ഇത് കണ്ടോ. കുടഞ്ഞിട്ട് കാണിക്കാത്ത ചെറിയ മീൻ അറിയാലോ. കുടഞ്ഞിട്ടാൽ പിന്നെ പെറുക്കി ഇടണമെങ്കിൽ നിസ്സാര പണിയൊന്നുമില്ല. ഇതിലൂടെ കാണിച്ചു കൊടുത്തരാം. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ കൂട്ടുകാർക്കെല്ലാം വീതിച്ച് സെറ്റാക്കി എല്ലാവർക്കും കൊടുക്കും. എല്ലാവരുടെ വീട്ടിൽ നാളെ മീൻ വറുത്തതാണ്. പുളിമീൻ വറുത്തതും പുളിമീൻ്റെ പീരയായിരിക്കും. അപ്പം ഈ കുട്ടി വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വരുന്നവരെ ബൈ.